അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പലപ്പോഴും പല ആളുകളും ദുആ ഇരക്കുന്ന സന്ദർഭത്തിൽ ആമീൻ ആമീൻ എന്ന് ചെല്ലുന്നത് കാണാൻ കഴിയും. എന്നാൽ ഈ ആമീൻ എന്ന് ചെല്ലുന്നവർക്ക് എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് പോലും പലപ്പോഴും അറിയാത്ത സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ദുആ എന്താണ്, ദുആഇന്റെ അർത്ഥം എന്താണ്, അതേപോലെ തന്നെ വെറുതെ നാവുകൊണ്ട് ആമീൻ ഇങ്ങനെ ചൊല്ലിയാൽ അത്തരം ദുആകൾക്ക് ഇസ്തിജാബത്തുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതുമാത്രമല്ല, അലസമായും ഉറക്കച്ചടവോടുകൂടിയും ഒക്കെ നിർവഹിക്കുന്ന അശ്രദ്ധയിലും അലസതയിലും ആത്മാർത്ഥതയിലും അല്ലാത്ത പ്രാർത്ഥനകൾക്ക് ഇസ്തിജാബത്തുണ്ടോ എന്നും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ദുആ കബൂലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കണമെങ്കിൽ ആത്മാർത്ഥതയും ഇഖ്ലാസും ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഏതൊരു ഇബാദത്തും, അത് ദുആ ആണെങ്കിലും ഇബാദത്താണെങ്കിലും മറ്റ് കർമ്മങ്ങളാണെങ്കിലും, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ആശയങ്ങൾ മനസ്സിൽ തട്ടി വേണം ദുആ ഇരക്കാൻ. ഖുർആൻ സൂറ അഅറാഫിന്റെ 55-ാമത്തെ വചനത്തിൽ നമുക്ക് ഇപ്രകാരം പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും: ഉദ്ഉ റബ്ബക്കും തളറുഅൻ വഖുഫിയതൻ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിന് കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് നീ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനായി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന് ദുആ നടത്തുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമാവണം. കേവലം നാവുകൊണ്ട് ആമീൻ ഉച്ചരിച്ചത് കൊണ്ട് മാത്രം ആത്മാർത്ഥത ഉണ്ടാകണമെന്നില്ല. ആശയം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന്റെ ആശയം എന്താണെന്ന് നമ്മുടെ മനസ്സിൽ തട്ടി വേണം പ്രാർത്ഥിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഏത് പ്രാർത്ഥനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്തനുസരിച്ച്, യുക്തിയും ചിന്തയും അനുസരിച്ച് പടച്ചവൻ സ്വീകരിക്കും. അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്കറിഞ്ഞുകൂടാ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സ്വീകരിക്കുക, അല്ലാഹു റദ്ദ് ചെയ്യുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ആത്മാർത്ഥമായിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നാവ് കൊണ്ട് ആമീൻ ആമീൻ, ഇമാമിന് ശ്വാസം മുട്ടിയാലും ആമീൻ പറയുന്ന ഒരു ശൈലി പല സാധുക്കളായ ആളുകളും പിന്തുടരാറുണ്ട്. അപ്പൊ എവിടെ നിർത്തുന്നു അവിടെ ആമീൻ എന്നുള്ളതല്ല, മറിച്ച് പ്രാർത്ഥനയുടെ ആശയം മനസ്സിൽ തൊട്ട് അത് മനസ്സിൽ ഏറ്റി മനസ്സിൽ വിചാരിച്ച് ആത്മാർത്ഥമായി റബ്ബിനോട് ഇരു കരങ്ങളും നീട്ടി ദുആ ഇരക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. സൂറ നിസാഇന്റെ 43-ാമത്തെ വചനത്തിൽ കാണാം: യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. മത്തന്മാരായി ലഹരി ഉപയോഗിച്ച് നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്ന മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട ആയത്തിൽ എടുത്തു പറയുന്ന ഒരു വിഷയമുണ്ട്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ആശയം. അതേപോലെ തന്നെ ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ദുആ നടത്തുക, അല്ലാഹുവിനെ വിളിക്കുക, വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾക്ക് അതിന് ഇജാബത്ത് ഉറപ്പാണ്, വഅലമു, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യസ്തജീബു ദുആ മിൻ ഖൽബിൻ ഗാഫിലിൻ, അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ദുആഇന് അല്ലാഹു ഇസ്തിജാബത്ത് തരില്ല. അപ്പോ ഇജാബത്ത് കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനെ നിങ്ങൾ വിളിക്കുക. പക്ഷേ അശ്രദ്ധമായ ഹൃദയത്തിന്റെ ഉടമക്ക് ആ ദുആഇന് ഇസ്തിജാബത്ത് കിട്ടില്ല. ഹദീസ് നേരെ വിശദീകരിക്കുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ അശ്രദ്ധമായ മനസ്സോടുകൂടിയുള്ള ദുആഇന് ഇസ്തിജാബത്ത് ലഭിക്കാൻ അവസരമില്ല, ചാൻസ് ഇല്ല. പിന്നെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അവൻ ചെയ്യും. ആ വിഷയത്തിൽ ഇടപെടാൻ നമ്മൾ ആളുകളല്ല. പക്ഷെ നേർക്ക് നേരെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് ഭയഭക്തിയോടുകൂടി ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് അർത്ഥമറിഞ്ഞുള്ള പ്രാർത്ഥനകളാണ് വേണ്ടത്. വെറുതെ ആമീൻ ആമീൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ ആമീൻ ആമീൻ എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്വാസം മുട്ടുമ്പോഴും ഇമാമിന് ഒന്ന് നിർത്തി ശ്വാസം എടുക്കാൻ തോന്നുമ്പോഴും നമ്മൾ പല ആളുകളും പല സുഹൃത്തുക്കളും അറിവില്ലായ്മ കൊണ്ട് ആമീൻ എന്ന് പറയാറുണ്ട്. ആ ഒരു ശൈലിയല്ല വേണ്ടത്, മറിച്ച് സ്വന്തമായി തന്നെ ദുആ ഇരുന്ന് ശീലിക്കുക. ഇനി അനുവദനീയമായ കൂട്ടമായി പ്രാർത്ഥിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അനുവദനീയമായി ഇപ്പൊ ഖുതുബക്കിടയിലുള്ള ദുആകൾ, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ കൂട്ടമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥനയ്ക്ക് കൃത്യമായ പ്രമാണങ്ങളുടെ പിൻബലമില്ല. അൽ ഫാത്തിഹ വിളിച്ചുള്ള ഹളറാത്തുകളിലേക്ക്, മഹാന്മാരുടെ ഹളറത്തുകളിലേക്ക് ഹദിയ നടത്തിക്കൊണ്ടുള്ള കൂട്ടപ്രാർത്ഥനകൾക്കൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. അത് നിർവഹിക്കാനും പാടില്ല. അല്ലാത്ത നിലയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം, ആമീൻ പറയാം. പക്ഷെ ആമീൻ പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുന്നതിന്റെ ആശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, അത് ആത്മാർത്ഥമാവണം എന്നുള്ളതാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.